ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തതായി ചെയ്യാൻ പോകുന്നത് വിൻറ്റേജ് തീമിലുള്ള ജാന സപ്ലൈസ് ആണ്. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ കളർ ബ്രൗൺ വാട്ടർ കളർ എടുക്കാം. അതിനുശേഷം അതൊന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ലൈറ്റ് കളറാക്കിയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞ് ജസ്റ്റ് കോർണേഴ്സിൽ മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു റിബണ്ട് ഷേപ്പിലുള്ള ഒരു പാറ്റേൺ പേപ്പറാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ റിബൺസ് എല്ലാം വരച്ചു കൊടുക്കുക. അതാണ് എൻ്റെ മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ടൊരു ബ്രൗൺ കളർ കിട്ടും. ഞാൻ വാട്ടർ കളറാണ് ഇപ്പോൾ ചെയ്തെടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത പാറ്റേൺ പേപ്പർ ജസ്റ്റ് സർക്കിളായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് കോർണേഴ്സിലും കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ഓട്ടം ലീവ്സാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് നമ്മൾ വരച്ചെടുക്കണം. അതിനുശേഷം ബാക്കി വന്ന രണ്ട് കോർണേഴ്സിന് നമ്മൾ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ കൊടുക്കുകയാണ്. ഇതാണ് ഫൈനൽ പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് സർക്കുലർ സ്വാച്ചസ് ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പല കളറുള്ള വാട്ടർ കളേഴ്സ് എടുക്കുകയാണ്. ആദ്യം നമ്മൾ പിങ്ക് എടുത്ത് നമ്മൾ സർക്കിൾ ഷേപ്പിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഗ്രീൻ എടുത്തു. അങ്ങനെ പല പല കളേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സർക്കുലർ ഷേപ്പിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിന് നമുക്ക് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കർ കോട്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഷേപ്പിൽ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 10 ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ ബ്ലാക്ക് മാർക്കർ എടുക്കുക. ബ്ലാക്ക് മാർക്കർ എടുത്ത് ജസ്റ്റ് റാൻഡമായിട്ടുള്ള ഷേപ്പുകൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രൗൺ കളർ സ്കെച്ച് എടുത്തിട്ട് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കോർണേഴ്സിലും അതുപോലെ തന്നെ ചില സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് മാർക്കറും അതുപോലെ വൈറ്റ് മാർക്കറും യൂസ് ചെയ്തിട്ട് അതിലെ കോഡ്സ് എല്ലാം എഴുതി കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിടണേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ സ്വാച്ചസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ഉണങ്ങാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് പൂക്കളും ഇലകളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ഡ്രോയിങ് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് എത്ര പാറ്റേൺസും എത്ര കളേഴ്സും വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലും ലൈറ്റ് കളേഴ്സ് എടുത്താലാണ് അതിൽ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ മിക്കതും ലൈറ്റ് കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെക്ക് ലിസ്റ്റാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിച്ച് നമ്മൾ റെക്റ്റാങ്കിൾസ് വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ റെക്റ്റാങ്കിൾസ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനോട് കൂടി ബാക്കി വരുന്ന സൈഡിലുള്ള സ്പേസിൽ നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഓരോ പാറ്റേൺസ് വരച്ച് കൊടുക്കുകയാണ്. ആ പാറ്റേൺസ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡോട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഡോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർ, അല്ലെങ്കിൽ ഹാർട്ട്, അങ്ങനെ കുറച്ച് പാറ്റേൺസ് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചെക്ക് ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ടിക്കറ്റ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ഷേപ്പുകൾ വരച്ച് കൊടുക്കുക, അതിൽ പാറ്റേൺസ് എല്ലാം വരച്ച് കൊടുക്കുക. അതിനുശേഷം അതിൽ ജസ്റ്റ് റാൻഡമായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കുക, ടിക്കറ്റ് നമ്പർ, അതുപോലെ റുപ്പീസ്, അതൊക്കെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഇതുപോലെ കോമൺ ആയിട്ടുള്ള ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോസും അതുപോലെ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അതുപോലെ പലതരത്തിലുള്ള ജേണൽ ഐഡിയാസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേ നമ്മളിതിൽ ഗ്രീൻ കളറും അതുപോലെ തന്നെ ബ്രൗൺ കളറും, ഇത് രണ്ടുമാണ് വിൻറ്റേജ് ടീമിൽ കൂടുതലും മാച്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഗ്രീനും അതുപോലെ തന്നെ ബ്രൗൺ, ഈ രണ്ട് കളേഴ്സും വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തെടുത്തതെല്ലാം ഒന്നും കൂടി അവസാനമായിട്ട് കാണിക്കുകയാണ്. താങ്ക് യു.